Listen. Next problem. In figure, time and distance graph of a linear motion is given. Two positions of time and distance are recorded as when t equal to 0, d is equal to 2, and when t is equal to 3, d is equal to 8. Using the concept of slope, find the law of motion. That is, how distance depends upon time. അപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് ആദ്യം എഴുതിയിട്ട് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് 1, 2, 3 പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. എന്നിട്ട് നോക്കട്ടാ. ഇൻ ദ ഫിഗർ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഓഫ് എ ലീനിയർ മോഷൻ ഈസ് ഗിവൺ. ഗ്രാഫിനകത്തെ ടൈം ഡിസ്റ്റൻസ് ഗ്രാഫ് ഓഫ് എ ലീനിയർ മോഷൻ ആണ് തന്നിട്ടുള്ളത്. ഒരു ലീനിയർ മോഷന്റെ ടൈമിന്റെയും ഡിസ്റ്റൻസ്, അതായത് എക്സ് ആക്സിൽ ടൈമാണ്, വൈ ആക്സിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഗ്രാഫിനകത്ത് തന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാക്കുക. Then two positions of time and distance are recorded as. രണ്ട് പൊസിഷൻസ് തന്നിട്ടുണ്ട്. That is when t equal to 0, d equal to 2. ശരി കേട്ടോ. When t equal to 0, t equal to 0 ആവുന്ന സമയത്ത് d ന്റെ വാല്യൂ 2 ആണ്. അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ് ആക്ച്വലി ആ കോർഡിനേറ്റ് തന്നിട്ടുള്ളത് x ന്റെ വാല്യൂ 0 ആവുമ്പോൾ t ന്റെ വാല്യൂ 0 ആവുമ്പോൾ d ന്റെ വാല്യൂ 2. That means x ന്റെ വാല്യൂ 0 ആവുമ്പോൾ y ന്റെ വാല്യൂ 2. That is 0, 2 is the first point. ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ആ രൂപത്തിൽ തന്നിട്ടുള്ളത്. അതേപോലെ t ഈക്വൽ ടു 3 ആവുമ്പോൾ d ഈസ് ഈക്വൽ ടു 8. അതായത് t ന്റെ വാല്യൂ ശ്രദ്ധിക്കട്ടോ, t ന്റെ വാല്യൂ 3 ആവുമ്പോൾ d ന്റെ വാല്യൂ 8 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ദർ ഈസ് അനദർ പോയിന്റ് വിച്ച് ഈസ് 3,8. ക്ലിയർ. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുള്ളത്. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ലോപ്പ്. സ്ലോപ്പിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടേ ഫൈൻഡ് ലോ ഓഫ് മോഷൻ. ലോ ഓഫ് മോഷൻ നമുക്ക് കണ്ടുപിടിക്കണം. That is how distance depends upon time. അപ്പോൾ ലോ ഓഫ് മോഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മോഷൻ. വാട്ട് ഈസ് ലോ ഓഫ് മോഷൻ? ഫിസിക്സിൽ ലോ ഓഫ് മോഷൻ എഴുതി വെക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഹൗ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസും ടൈമും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി എന്ന് പറയുന്ന ടൈമാണ്, ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ടിയും ഡിയും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? ഇതിനകത്ത് ജനറൽ ആയിട്ടൊരു പോയിന്റ് എടുക്കുകയാണ് കേട്ടോ. ഈ ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ടി, ഡി എന്ന് എടുക്കുകയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അവിടെ പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ജനറൽ ആയിട്ട് എടുക്കുകയാണ്. ടീന്റെ വാല്യൂ അപ്പോൾ ലൈനിൽ വരുമ്പോൾ ഏത് വേണമെങ്കിലും ആവാം. ക്ലിയർ. അപ്പൊ ശ്രദ്ധിക്കാൻ. അപ്പൊ ഇവിടെ ഞാനേ ശ്രദ്ധിക്കട്ടോ, എ ബി സി ഈ 3 പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഈ 3 പോയിന്റ്സും ലൈനിന്റെ മേലെയുള്ള പോയിന്റ്സ് അല്ലേ. ദാറ്റ് മീൻസ് ദീസ് 3 പോയിന്റ്സ് ആർ കൊളിനിയർ പോയിന്റ്സ്. അപ്പൊ അത് കൊളിനിയർ പോയിന്റ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, കൊളിനിയർ പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് കണ്ടീഷൻ ഫോർ കൊളിനിയാരിറ്റി നമുക്ക് അപ്ലൈ ചെയ്തു. കണ്ടീഷൻ ഫോർ കൊളിനിയാരിറ്റി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുക? രണ്ട് സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ആണെന്ന് എഴുതണം. അതിലേതെങ്കിലും ഒരു പോയിന്റ് കോമൺ ആക്കി എടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് പോയിന്റ് കോമൺ ആക്കി എടുക്കും എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? പ്രോബ്ലത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് നോക്കുക. പ്രോബ്ലത്തിന്റെ സ്വഭാവം എങ്ങനെ നോക്കാന്നറിയാം. ഇപ്പൊ ഇവിടെ കണ്ടോ, എ ബി സി. ബി എന്ന് പറയുന്നത് ടി, ഡി അല്ലേ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ബി എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൽ എച്ച് എസിലും ബി എന്ന് പറയുന്ന പോയിന്റ് വരും, ആർ എച്ച് എസിലും ബി എന്ന് പറയുന്ന പോയിന്റ് വരും. ശരിയല്ലേ? എൽ എച്ച് എസിലും ബി എന്ന് പറയുന്ന പോയിന്റ് വരും, ആർ എച്ച് എസിലും ബി എന്ന് പറയുന്ന പോയിന്റ് വരും. അതായത് എൽ എച്ച് എസിലും ടിയും ഡിയും വരും, ആർ എച്ച് എസിലും ടിയും ഡിയും വരും. അപ്പൊ അത് കോംപ്ലിക്കേറ്റഡ് ആവുമല്ലേ ചെയ്യുക. അപ്പൊ ബി എടുക്കരുത്, മനസ്സിലായോ? ബി എടുക്കാതെ വേറെ ഏതെങ്കിലും എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആക്കി എടുക്കുക. അപ്പൊ എന്താ പറയാ നമുക്ക്? സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി എന്നെടുക്കാം. ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആക്കി എടുത്ത്. അതിന് ബി സി എടുത്താലും പ്രശ്നമൊന്നുമില്ല, ഇനി ബി എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് സിമ്പിൾ ആക്കല്ലേ വേണ്ടത്. സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ നോക്കിയേ 0,2 ടി, ഡിയും അല്ലേ. അപ്പൊ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? d-2 ഡിവൈഡഡ് ബൈ t-0. ശരിയല്ലേ? സ്ലോപ്പ് ഓഫ് എ സി എന്തായിരിക്കും? 8-2 ഡിവൈഡഡ് ബൈ 3-0. ക്ലിയർ. അപ്പൊ കണ്ടോ, ഇപ്പൊ ഇവിടെ മാത്രമാണ് ടിയും ഡിയും വന്നിട്ടുള്ളത്. മറ്റേ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഡിയും ഡിയും ഉണ്ടാവും, ഇവിടെയും ഡിയും ഡിയും ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമല്ലേ ചെയ്യുക. നമുക്ക് സിമ്പിൾ ആയിട്ടല്ലേ ആവേണ്ടത്. അപ്പൊ d-2 ശ്രദ്ധിക്കട്ടോ, d-2 ഡിവൈഡഡ് ബൈ
t is equal to 8 minus 2, 6 divided by 3. Clear അല്ലേ? That is equal to d minus 2 divided by t is equal to 6 by 3 is 2. അപ്പോൾ എന്ത് വരും? d minus 2 is equal to 2t എന്ന് വരും. d is equal to 2t plus 2 എന്ന് വരും. That is d is equal to, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അതായത് ഇനിയിപ്പോൾ ഏത് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ, ഇവിടെ 2t2 അല്ലേ, 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ t plus 1 എന്ന് വരും. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് മോഷൻ. ദാറ്റ് ഈസ് ലോ ഓഫ് മോഷൻ. ദാറ്റ് മീൻസ് ഹൗ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം, ടൈമിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി നോക്കിയേ, എക്സിന് 0 കൊടുത്ത്, ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 + 1 1 × 2 എന്ന് കിട്ടും. കണ്ടാ? ഇനി ടിക്ക് 3 കൊടുത്ത് നോക്കിയേ, 3 + 1 4 × 2 8, ആ ഡിക്ക് 8 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ടീൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഡീൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ ഇതാണ് ലോ ഓഫ് മോഷൻ. ഇനി ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് പോയിന്റിൽ ഏത് പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് x, -1, 2, 1 and 4, 5 are collinear. സിമ്പിൾ പ്രോബ്ലം. 3 പോയിന്റ്സ് വന്നിട്ടുണ്ട്, അത് കൊളിനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൊളിനിയർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 പോയിന്റ്സ് ഏതൊക്കെ എടുക്കണമെന്ന് അറിയോ? എ എന്ന് എടുക്കാം കേട്ടോ, x, -1, b ഓഫ് 2, 1 ആൻഡ് സി ഓഫ് 4, 5. അപ്പോൾ ഇത് 3 കൊളിനിയർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കോമൺ ആക്കി എടുത്തിട്ട് 2 ലൈൻസ് എഴുതുക. അതിന്റെ രണ്ടിനെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അതല്ലേ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് കോമൺ ആക്കി എടുക്കുമ്പോൾ എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഈ പോയിന്റ് എ കോമൺ ആക്കി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ LHSലും RHSലും എക്സ് വരും. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. അതിൽ നിന്ന് 2 എക്സ് കുറച്ചും കൂടി നമുക്ക് സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരും. അത്രേ ഉള്ളൂ. 1-2 സ്റ്റെപ്പ് കൂടും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നല്ല. വി വാണ്ട് ടു സിംപ്ലിഫൈ ദ പ്രോബ്ലം. സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണം. ക്ലിയർ? അപ്പോൾ അതങ്ങനെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ സ്ലോപ്പ് ഓഫ്, ഞാൻ എഴുതാണ്, സ്ലോപ്പ് ഓഫ് AB = സ്ലോപ്പ് ഓഫ് BC എന്ന് എഴുതാം അല്ലേ. ബി എന്ന് പറയുന്ന പോയിന്റ് കോമൺ ആക്കി എടുക്കണം. അപ്പോൾ സ്ലോപ്പ് ഓഫ് AB എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 1 - -1, അപ്പോൾ 1 + 1 ഡിവൈഡഡ് ബൈ 2 - x. ശരിയല്ലേ? ഇനി സ്ലോപ്പ് ഓഫ് BC എന്ന് പറയുമ്പോഴോ 5 - 1 ഡിവൈഡഡ് ബൈ 4 - 2. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ മാത്രമേ എക്സ് ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ 1 + 1 2 ഡിവൈഡഡ് ബൈ 2 - x = 5 - 1, ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 4 - 2, ദാറ്റ് ഈസ് 2. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 - x = 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ 2ഉം ഇവിടുത്തെ 2 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി എന്താ ഉണ്ടാവുക? 1 ഡിവൈഡഡ് ബൈ 2 - x = 1. ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്തിട്ട് 0 എഴുതരുതിട്ടാ. ഇങ്ങനെയല്ലേ വരിക? 1 ഡിവൈഡഡ് ബൈ 2 - x = 1. ക്ലിയർ? അപ്പോൾ ഇവിടെ 1 = 2 - x എന്ന് വരും. ഈ 2 - x ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ -x ഇങ്ങോട്ട് വരുമ്പോൾ x = 2, 1 അങ്ങോട്ട് വരുമ്പോൾ -1, ദാറ്റ് ഈസ് x = 1. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് x = 1 for which x, -1, 2, 1 and 4, 5 are collinear. Clear? Okay, അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കട്ടോ. Without using distance formula, show that the points -2, -1, 4, 0, 3, 3 and -3, 2 are the vertices of a parallelogram. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞുള്ളത് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 പോയിന്റ്സ് ഒരു പാരലോഗ്രാമിന്റെ, നല്ലോണം ശ്രദ്ധിക്കുക, 4 പോയിന്റ്സും ഒരു പാരലോഗ്രാമിന്റെ വേർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ 4 പോയിന്റ് എടുക്കാം കേട്ടോ. A -2, -1, B 4, 0, C 3, 3 and D -3, 2. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല ആണല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഓരോ സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, AB-ന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, BC-യുടെ ലെങ്ത് കണ്ടുപിടിക്കുക, CD-യുടെ ലെങ്ത് കണ്ടുപിടിക്കുക, AD-യുടെ ലെങ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് പറയാം നമുക്ക്?
ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് രണ്ടും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ പാരലോഗ്രാം. ശരിയല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്ലോപ്പ് യൂസ് ചെയ്യാം. അപ്പൊ പാരലോഗ്രാമിന്റെ രണ്ടും ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ കണ്ടീഷൻ ഫോർ പാരലൽസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കട്ടാ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കാണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 minus minus 1. അപ്പോൾ 0 plus 1 divided by 4 minus minus 2. അപ്പോൾ 4 plus 2. That is 1 divided by 6. ക്ലിയർ അല്ലേ? ഇനി സ്ലോപ്പ് ഓഫ് എ ബി, അടുത്ത ബി സി ട്ടാ. സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു 3 minus 0 divided by 3 minus 4. That is 3 divided by 3 minus 4 is minus 1. That is equal to minus 3. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് സി ഡി. സ്ലോപ്പ് ഓഫ് സി ഡി എന്തായിരിക്കും? 2 minus 3 divided by minus 3 minus 3. 2 minus 3 divided by minus 3 minus 3. That is 2 minus 3 minus 1 divided by minus 3 minus 3 minus 6. That is 1 by 6. ക്ലിയർ? ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് എ ഡി. ആ ഓർഡറിൽ എങ്ങനെ പോകണ്ടോ? നമ്മളിപ്പോൾ പാരലോഗ്രാം കണക്ട് ചെയ്യുമ്പോഴല്ലേ എ ബി സി ഡി. അപ്പോൾ ഓരോ സൈഡ് എ ബി ബി സി സി ഡി എ ഡി. ക്ലിയർ അല്ലേ? അപ്പോൾ എ ഡി സ്ലോപ്പ് ഓഫ് എ ഡി നമ്മൾ അപ്പോൾ ഈ പോയിന്റ് ആ പോയിന്റ് എടുക്കണം. അപ്പോൾ 2 minus minus 1 അപ്പോൾ 2 plus 1 divided by minus 3 minus minus 2 അപ്പോൾ minus 3 plus 2. ക്ലിയർ? അപ്പോൾ 2 plus 1 എന്ന് പറഞ്ഞാൽ 3 divided by minus 3 plus 2 is minus 1. ആൻസർ ഈസ് minus 3. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് സി ഡി ഓപ്പോസിറ്റ് സൈഡ് ലെങ്ത് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ സ്ലോപ്പ് ഈക്വൽ അല്ലേ? ശരിയല്ലേ? ആണോ? സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ഡി. ക്ലിയർ? രണ്ടും ഇത് 1/6 1/6 ഇത് -3 അപ്പൊ നമുക്ക് എന്താ പറയാം? സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സി ഡി. അതുപോലെ സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ഡി. അതായത് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ലോപ്പ് ഈക്വൽ ആണ്. അതുകൊണ്ട് പറയാം എന്താ പറയാ നമുക്ക്? therefore the given vertices are the given points അങ്ങനെ എഴുതാം. therefore the given points are the vertices of a parallelogram. ക്ലിയർ? അപ്പൊ വേണമെങ്കിൽ ഇതിന്റെ താഴെ നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. therefore we can say that therefore the given 4 points are the vertices of a parallelogram. Clear? Find the angle between the x-axis and the line joining the points 3, -1 and 4, -2. ശ്രദ്ധിക്കുക. Find the angle between the x-axis and the line joining the points 3, -1 and 4, -2. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതേ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 പോയിന്റ്സ് എന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്യുമ്പോൾ ഒരു ലൈന് കിട്ടുമല്ലോ. ഈ ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പം നമ്മൾ ആലോചിക്കുക, എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്താ പറയുക? എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിളിനെ എന്താ പറയുക? ഏതൊരു ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്താ പറയുക? ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ എന്നല്ലേ പറയുക. അപ്പോൾ ആ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പാണ്. ഇൻക്ലിനേഷന്റെ ടാൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് നമുക്ക് ആ 2 പോയിന്റ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? ശ്രദ്ധിക്കട്ടോ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, -1 ആൻഡ് 4, -2 ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? -2 -1 അപ്പോൾ -2 + 1 ഡിവൈഡഡ് ബൈ 4 -3 എന്ന് വരാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 1 that is -1 divided by 4 - 3 is 1. Answer is -1. ഈ m എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടിയില്ലേ? ആക്ച്വലി ഈ m എന്ന് പറയുന്ന സ്ലോപ്പ് എന്താണ്? ടാൻ തീറ്റയാണ്. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി.
അപ്പം നമ്മൾ നോക്കേണ്ടത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു -1 എന്നാണെങ്കിലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -1. ടാൻ ഇൻവേഴ്സ് -1 ടാൻ ഇൻവേഴ്സ് എന്താ? ടാൻ തീറ്റ 1 ആണെങ്കിൽ അറിയാലോ നമുക്ക്. ശ്രദ്ധിക്കട്ടോ, ടാൻ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് അറിയാലോ എന്താണ് ടാൻ തീറ്റ 1 ആണെങ്കിൽ എന്താണ്? 45 ഡിഗ്രി ആണ്. ശരിയല്ലേ? അപ്പോൾ ടാൻ തീറ്റ -1 എന്ന് പറയുകയാണെങ്കിൽ 180 ആ 45 കൊണ്ട് കുറച്ചാൽ മതി. സെക്കൻഡ് ക്വാഡ്രന്റിലാക്കിയാൽ മതി ആംഗിൾ. ദാറ്റ് ഈസ് ആംഗിൾ ഈസ് 135 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നത് നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ട്രിഗണോമെട്രി നമുക്കറിയണം. ക്ലിയർ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ട്രിഗണോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ട്രിഗണോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മൊത്തം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം, മനസ്സിലാക്കുക. അപ്പോൾ ടാൻ 135 ആണ് ആക്ച്വലി -1. ശരിയല്ലേ? ടാൻ 135 ആണ് ആക്ച്വലി -1. അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ടാൻ ഓഫ് 180 - 45 എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? -tan 45 കിട്ടുക. മനസ്സിലായോ? അതായത് -tan 45 ഈസ് -1. അപ്പോൾ ഈ 180 - 45 ആണ് എന്ത്? 135. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീറ്റ എന്ന് പറയുന്നത് 135. ദാറ്റ് മീൻസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് എക്സ് ആക്സിസ് ഈസ് 135 ഡിഗ്രി. ഓക്കെ ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് ഡബിൾ ഓഫ് ദി സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ. If tangent of the angle between them is 1/3, find slopes of the line. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണമെന്നില്ല. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് ഡബിൾ ഓഫ് ദി സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ. അപ്പോൾ 2 ലൈൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ 2 ലൈനിൻ്റെ ഒരു ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ ഡബിൾ ആണ് രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലൈനിൻ്റെ സ്ലോപ്പ് ആണല്ലോ നമ്മൾ M1 M2 എടുക്കാറ്. അപ്പോൾ M1 ഞാൻ M എന്ന് എടുക്കുകയാണെങ്കിൽ M2 എന്തായിരിക്കും? ഡബിൾ ആണ്. ദാറ്റ് ഈസ് 2M ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി പിന്നെ വന്നിട്ടുള്ള എന്താണ്? ഇഫ് ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 1/3, ദാറ്റ് മീൻസ് ആ 2 ലൈൻസും തമ്മിലുള്ള ആംഗിളിന്റെ ടാൻജന്റ് തന്നിട്ടുണ്ട്. ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന്റെ ടാൻജന്റ് ടാൻ തീറ്റ ഡയറക്റ്റ് ആയിട്ട് തന്നേക്കാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, അതായത് ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 1/3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ടാൻ തീറ്റ ഈക്വൽ ടു 1/3 എന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ അറിയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡ് M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2. നമ്മുടെ ആവശ്യം എന്താണ്? ഫൈൻഡ് സ്ലോപ്സ് ഓഫ് ദി ലൈൻ. 2 ലൈനിൻ്റെയും സ്ലോപ്സ് കണ്ടുപിടിക്കണം. ആ 2 ലൈൻസിൻ്റെയും സ്ലോപ്സിന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി? ഈ M എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നോക്കുക, 1/3 ഈസ് ഈക്വൽ ടു മോഡുലസ് 2M - M ഡിവൈഡഡ് ബൈ 1 + M × 2M എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 1/3 ഈസ് ഈക്വൽ ടു മോഡുലസ് 2M - M, ദാറ്റ് ഈസ് M ഡിവൈഡഡ് ബൈ 1 + M × 2M, ദാറ്റ് ഈസ് 2M² എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ 2 കേസ് ഉണ്ടാവും. ശ്രദ്ധിക്കട്ടോ, 2 കേസ്. ഒന്നാമത്തെ കേസ് 1 ശ്രദ്ധിക്കുന്ന നല്ലോണം. കേസ് 1 എന്താണ്? M ഡിവൈഡഡ് ബൈ 1 + 2M² ഈസ് ഈക്വൽ ടു +1/3 എന്ന് വരാം. അപ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3M ഈസ് ഈക്വൽ ടു 1 × 1 + 2M² ഈസ് 1 + 2M². ദാറ്റ് ഈസ് 2M² - 3M + 1 = 0. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -3 + 3 ± √ b² 3² -3² 9 -4 × a എത്രയാണ്? 2 ആണ്. 2 × c എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ 2 × 2 എന്ന് വരും. 2a അല്ലേ? b -b ± √ b² - 4ac ഡിവൈഡഡ് ബൈ 2a, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ± √ ശ്രദ്ധിക്കട്ടോ, 9 - 8 എന്ന് വരും. 9 - 8 എത്രയാണ്? 1 ആണ്. അപ്പോൾ √1 1 ആണ്. ഡിവൈഡഡ് ബൈ 2 × 2 4 എന്ന് വരും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? 3 + 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരാം. ഓർ M ഈസ് ഈക്വൽ ടു 3 - 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരാം. That is M is equal, ശ്രദ്ധിക്കുക, M is equal to 3 + 1, that is 4, 4/4, that is 1,
or m is equal to 3 minus 1 that is 2. 2 by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടിയത് കേസ് 1-ൽ തന്നെ രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കേസ് 2 കഴിഞ്ഞിട്ടില്ല. കേസ് 2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ. കേസ് 2 എന്ന് പറയുന്നത് m ഡിവൈഡഡ് ബൈ 1 plus 2m square is equal to minus 1 by 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3m is equal to minus 1 into this term എന്ന് വരും അല്ലേ? അപ്പൊ minus 1 minus 2m square എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2m square plus 3m plus 1 equal to 0 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ m is equal to minus b minus 3 plus or minus root of b square 9 minus 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 2 into 1 that is also 8 divided by 2 into 2 എന്ന് വരും. that is m is equal to minus 3 plus or minus ഇവിടെ റൂട്ട് 1 വരാം divided by 4 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ എമ്മിന്റെ വാല്യൂ ഏതൊക്കെ വരാം? minus 3 plus 1 divided by 4 വരാം, or minus 3 minus 1 divided by 4 വരാം. ഓക്കെ, ദാറ്റ് ഈസ് m is equal to minus 3 plus 1 എത്രയാ? minus 1. minus 2 divided by 4 എത്രയാ? minus 1 by 2 ആണ്. ഓക്കെ, or m is equal to ഇവിടെ minus 3 minus 1 that is minus 4. minus 4 by 4 is minus 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എമ്മിന് നമുക്ക് മോഡുലസ് വരുമ്പോൾ രണ്ട് കേസ് പോസിബിൾ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ആ രണ്ട് കേസ് പോസിബിൾ ആണെന്ന് മാത്രമല്ല, അവിടെ ഓരോ കേസിലും എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എമ്മിന് പോസിബിൾ ആയിട്ടുള്ള എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഞാനിവിടെ മായ്ക്കാണ് കേട്ടോ, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എറേസ് ചെയ്യാണ്. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് എറേസ് ചെയ്യാണ് കേട്ടോ. എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, ഇല്ലെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? therefore slopes of the lines are m1 is equal to m ആണ്, m2 is equal to 2m ആണ്. ശരിയല്ലേ? അപ്പൊ ആദ്യത്തത് ഫസ്റ്റ് പോസിബിലിറ്റി എന്താണ്? m1 is equal to ഞാൻ ആദ്യത്തേൽ 1 എടുക്കാണ് കേട്ടോ. 1 വരാം, 1 by 2 വരാം, minus 1 by 2 വരാം, minus 1 വരാം. ആദ്യം 1 എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ m2 എന്തായിരിക്കും? 2 into 1 that is 2. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് m1ന് ഞാൻ 1 by 2 എടുക്കാണ്. അപ്പൊ m2ന്റെ എന്തായിരിക്കും? 1 ആയിരിക്കും. that is m2 is 2 into 1 by 2. ഇനി മൂന്നാമത്തത് ഏതാണ്? m1 is equal to minus 1 by 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ m2 is equal to minus 1 എന്നായിരിക്കും. ഇനി അടുത്തത് m1 is equal to minus 1 ആണെങ്കിൽ m2 is equal to minus 2 എന്നായിരിക്കും. അപ്പോൾ ഈ 4 പോസിബിലിറ്റിയും ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇത് എത്ര ലൈൻസ് പോസിബിൾ ആണെന്നുള്ളതാണ്, എത്ര സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4 സ്ലോപ്പ് 4 പെയർ നമുക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം ഇത് വന്നു കഴിഞ്ഞാലും ആംഗിൾ ബിറ്റ്വീൻ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ എന്താണ്? ഡബിൾ ആണ്, സ്ലോപ്പിന്റെ ഡബിൾ ആണ്. ഇതിന്റെ ഡബിൾ ആണിത്, ഇതിന്റെ ഡബിൾ ആണിത്, ഇതിന്റെ ഡബിൾ ആണിത്, ഇതിന്റെ ഡബിൾ ആണിത്. ആ ഒരു കണ്ടീഷൻ എല്ലാതും സാറ്റിസ്ഫൈ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഈ രണ്ട് സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ tan θ 1/3 കിട്ടും. ഇത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും tan θ 1/3 കിട്ടും. ഇത് ഉപയോഗിച്ചാലും tan θ 1/3 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 4 വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം 4 വാല്യൂ വന്നാലും നമുക്ക് തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 സെറ്റ് ഓഫ് ലൈൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് 3 points h, 0 a, b and 0, k lie on a line, show that a by h plus b by k is equal to 1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? സിമ്പിളാണ്. ഈ 3 പോയിന്റ്സും ലൈ ഓൺ എ ലൈൻ, ദാറ്റ് മീൻസ് ഒരേ ലൈനിൻ്റെ മേലെയാണ്. ദാറ്റ് മീൻസ് കൊളിനിയർ പോയിന്റ്സ് ആണ് ഈ 3 പോയിന്റ്സും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്കിത് കൊളിനിയർ ആണെങ്കിൽ കണ്ടീഷൻ ഫോർ കൊളിനിയറിറ്റി അപ്ലൈ ചെയ്യാം.
അപ്പം നമുക്ക് കൊളിനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ പിന്നെ എങ്ങനെ അതിലോട്ട് എത്തിക്കാൻ നമുക്ക് ആലോചിച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 പോയിന്റ്സ് എടുക്കുക. 3 പോയിന്റ്സ് എ ഓഫ് എച്ച് കൊമ 0, ബി ഓഫ് എ കൊമ ബി ആൻഡ് സി ഓഫ് 0 കൊമ കെ. ക്ലിയർ? അപ്പോൾ ഈ 3 പോയിന്റ്സ് കൊളിനിയർ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്, ബി മൈനസ് 0 ഡിവൈഡഡ് ബൈ എ മൈനസ് എച്ച്. ശരിയല്ല, ബി മൈനസ് 0 ഡിവൈഡ് ബൈ എ മൈനസ് എച്ച്. ഇനി സ്ലോപ്പ് ഓഫ് ബി സി എന്താണ് കെ മൈനസ് ബി ഡിവൈഡഡ് ബൈ 0 മൈനസ് എ. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഇവിടെ എന്താണ്, ബി ഡിവൈഡഡ് ബൈ എ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു കെ മൈനസ് ബി ഡിവൈഡഡ് ബൈ മൈനസ് എ. ഇനി ഞാനിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. മൈനസ് എ ബി ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ എന്താണ്, എ ബൈ എച്ച് എന്നല്ല കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ മൈനസ് എ ബി ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെ മൈനസ് ബി ഇൻറ്റു എ മൈനസ് എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് മൈനസ് എ ബി ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെ ഇൻറ്റു എച്ച് മൈനസ് കെ എച്ച് മൈനസ് ബി ഇൻറ്റു എ മൈനസ് എ ബി മൈനസ് ബി ഇൻറ്റു മൈനസ് എച്ച് പ്ലസ് ബി എച്ച്. ക്ലിയർ അല്ല? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മൈനസ് എ ബി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എ ബി ഉണ്ട്. ക്ലിയർ? ആ മൈനസ് എ ബിനെയും എനിക്കാണ് ക്യാൻസൽ ചെയ്തൂടെ. ബാക്കി എന്താ ഉള്ളത് നോക്കിയേ, കെ എ മൈനസ് കെ എച്ച് പ്ലസ് ബി എച്ച് ഇസ് ഈക്വൽ ടു 0. ഈ മൈനസ് കെ എച്ചിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. കെ എ പ്ലസ് ബി എച്ച് ഇസ് ഈക്വൽ ടു കെ എച്ച്. ക്ലിയർ അല്ലേ? ഇനി കണ്ടോ, നമുക്ക് ശ്രദ്ധിക്കട്ടോ, ഇപ്പം ഈ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഈ രൂപത്തിലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടോ, ആ രൂപത്തിലൂടെ നമുക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കെ എച്ച് അല്ലേ ഉള്ളത്, അവിടെ നമുക്ക് എന്താ വേണ്ടത്, 1 വരണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അറിയോ, ഇത് ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. അപ്പോൾ ഡിവൈഡിങ്, ശ്രദ്ധിക്കട്ടോ, ഡിവൈഡിങ്, അതായത് ഈ ഇക്വേഷനിൽ ഇവിടെ കെ എച്ച് എന്നുള്ളത് ഇവിടെ കെ ഉണ്ട്. ക്ലിയർ? ശ്രദ്ധിക്കട്ടോ, ഇവിടെ കെ ഉണ്ട്. ഫസ്റ്റത്തെ ടൈം എന്താ, എ ബൈ എച്ച് ആണ്. അപ്പോൾ എ അവിടെ ഉണ്ടാവണം, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഉണ്ടോ ബി എച്ച് ആണ്, അവിടെ ബി ബൈ കെ ആ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ എച്ച് ആണ്, ഇവിടെ എന്ത് വരണം, 1 വരണം. അപ്പോൾ ഇത് 1 വരണമെങ്കിൽ ഈ കെ എച്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ പോരെ. ഡിവൈഡിങ് ഇക്വേഷൻ 1 ബൈ കെ എച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ കെ എച്ച് ബിക്കംസ് കെ എ പ്ലസ് ബി എച്ച് ഡിവൈഡഡ് ബൈ കെ എച്ച് ഇസ് ഈക്വൽ ടു കെ എച്ച് ഡിവൈഡഡ് ബൈ കെ എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ, കെ എ ഡിവൈഡഡ് ബൈ കെ എച്ച് പ്ലസ് ബി എച്ച് ഡിവൈഡഡ് ബൈ കെ എച്ച് ഇസ് ഈക്വൽ ടു കെ എച്ച് ഡിവൈഡഡ് ബൈ കെ എച്ച് ഈസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കെയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഈ എച്ചും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്തായി, എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദി, അപ്പോൾ നമ്മൾ ആ ഫൈനൽ ആൻസറിലോട്ട് എത്തിയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടേമിനെ എങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ചാൽ മതി, മറ്റു ടേം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ആലോചിച്ചുണ്ട്, ഇവിടെ കെ എച്ച് ഇവിടെ 1 ആക്കണം, അപ്പോൾ അത് കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ എ ബൈ എച്ച് ഇസ് ഈക്വൽ ടു എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദി റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടീഷൻ ഫോർ കൊളിനിയാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, കാരണം അതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഇക്വേഷന് എങ്ങനെയാണ് നമുക്ക് റിക്വയർഡ് ഇക്വേഷനിലോട്ട് എത്തുക എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. കാരണം ഇക്വേഷന് മാറ്റം വരുത്താത്ത രീതിയിൽ എന്ത് മാറ്റങ്ങൾ നമുക്ക് വരുത്താം, ഇക്വേഷന് മാറ്റം വരാത്ത രീതിയിൽ എന്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ കെ ബൈ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 സൈഡിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല, ഇക്വേഷന് മാറ്റമൊന്നും വരില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Consider the following population and year graph. Find slope of the line AB and using it find what will be the population in the year 2010. ഗ്രാഫ് ശ്രദ്ധിക്കട്ടാ. അപ്പം നമുക്ക് തന്നിട്ടുള്ളത്
കൺസിഡർ ദ ഫോളോയിങ് പോപ്പുലേഷൻ ആൻഡ് ഇയർ ഗ്രാഫ്. പോപ്പുലേഷൻ ആൻഡ് ഇയർ ഗ്രാഫ് ആണ്. അതായത് എക്സ് ആക്സിൽ ഇയർ, ദാറ്റ് ഈസ് 1985, 1990, 1995, 2000, 2005, 2010, 2015. ഇനി വൈ ആക്സിൽ പോപ്പുലേഷൻ ഇൻ ക്രോസ്, കോടികളിലാണ്. പോപ്പുലേഷൻ ഇൻ ക്രോസ്, ദാറ്റ് ഈസ് 87, 92, 97, 102, 107. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ എ, അതായത് 1985, 92 ആണ് ഈ പോയിന്റ്. അതിൻ്റെ അർത്ഥം 1985 പോപ്പുലേഷൻ എന്താണ്? 92 ക്രോസ് ആണ്. ഓക്കെ. ഇനി 1995, 97, ദാറ്റ് മീൻസ് 1995 കറസ്പോണ്ടിങ് ആയിട്ട് വൈൻ്റെ വാല്യൂ 97 ആണ്. ദാറ്റ് മീൻസ് 1995 പോപ്പുലേഷൻ എത്രയാണ്? 97 ക്രോസ് ആണ്. ഓക്കെ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക. ആൻഡ് വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഇൻ ദ ഇയർ 2000. അപ്പോൾ ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ എ ബി. എ ബിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് പോയിന്റ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട്, ആക്ച്വലി ഈ പോയിന്റ് എന്താ തന്നിട്ടുള്ളത്? ഈ സ്ട്രൈറ്റ് ലൈനിന്റെ മേലുള്ള രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. അതായത് ഇത് x1 y1 x2 y2 ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം സ്ലോപ്പ് ഓഫ് ലൈൻ എ ബി ഈക്വൽ ടു y2 minus y1, 97 minus 92 divided by 1995 minus 1985, that is 5 divided by 10, that is equal to 1/2. Clear അല്ലേ? ഇനി സ്ലോപ്പ് ഓഫ് ദി ലൈൻ എ ബി കണ്ടുപിടിച്ചു. ഇനി ആൻഡ് യൂസിങ് ഇറ്റ് വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഇൻ ദ ഇയർ 2010. ആ സ്ലോപ്പ് ഉപയോഗിച്ച് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ 2010? ദാറ്റ് മീൻസ് 2010 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 2010 ആണ്. പക്ഷെ വൈ പോയിന്റ് നമുക്ക് അറിയില്ലല്ലോ, അറിയില്ല. ആ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വൈൻ്റെ വാല്യൂ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഉണ്ടോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2010 ആണ്, വൈൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ 2010 പോപ്പുലേഷൻ ആയിരിക്കും വൈ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വൈൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക. ഈ പോയിന്റിന് ഞാൻ പോയിന്റ് സി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ പോയിന്റ് സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് 1/2 തന്നെ ആയിരിക്കൂലേ? ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? സ്ലോപ്പ് ഓഫ് ബി സി എന്ന് എഴുതാണ്. ഓക്കെ. സ്ലോപ്പ് ഓഫ് ബി സി, സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു 1/2 തന്നെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ബി സി എന്ന് പറയുന്നത് എന്താണ്? y മൈനസ് 97 ഡിവൈഡഡ് ബൈ 2010 മൈനസ് 1995 ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഇതിനകത്ത് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ പോപ്പുലേഷൻ ഇൻ ദ ഇയർ 2010. അപ്പോൾ y മൈനസ് 97 ഡിവൈഡഡ് ബൈ 2010 995 കുറച്ചാൽ 15 ഈക്വൽ ടു 1/2. അപ്പോൾ y മൈനസ് 97 ഈക്വൽ ടു 15 ഇങ്ങോട്ട് വരുമ്പോൾ 15/2. ഓക്കെ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ഈ മൈനസ് 97 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 97 പ്ലസ് 15/2. ഇതിൻ്റെ വാല്യൂ അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 2 × 97 എന്തായിരിക്കും? 180 194 194 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? 194 15 199 209 209 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? വേണമെങ്കിൽ എന്ത് എഴുതാം? 100 അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 104.5. ശരിയല്ലേ? 104.5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 209 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 104.5 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ആ വൈൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം നമുക്ക്? the population in the year 2010 is 104.5 crore ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 104.5 crores. ഓക്കെ. അത്രയും കോടികൾ ഉണ്ടാവും പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ലിസൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈനിനെ
സ്ട്രെയിറ്റ് ലൈനിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്ട്രെയിറ്റ് ലൈൻ എന്താണ്, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, എന്താണ് സ്ലോപ്പ്, എന്താണ് ഇൻക്ലിനേഷൻ, എന്താണ് സ്ലോപ്പ്, അതേപോലെ ഒരു പോയിന്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലുള്ള 2 പോയിന്റ് എന്ന് കഴിഞ്ഞാൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ അത് കഴിഞ്ഞിട്ട് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി, പാരലലിസം, കൊളിനിയാരിറ്റി ഓഫ് 2-3 പോയിന്റ്സ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് ലൈൻ. ഓക്കെ, അതായത് ഇക്വേഷൻ ഓഫ് ലൈനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ വേരിയസ് ഫോം ഏതൊക്കെയാണെന്നുള്ളത്, പല രീതിയിൽ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇക്വേഷൻ. നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനെ ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്യുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, പല സ്ട്രെയിറ്റ് ലൈനും പല ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കട്ടാ, ഞാനിപ്പോൾ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കൂടുമ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുക. ഒരുപാട് പോയിന്റ്സ് കൂടുമ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് വിചാരിക്കുക, 4x + 3y + 2 = 0. ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യുക. എല്ലാ ഇക്വേഷനും അതെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താ, എക്സ് വൈ അങ്ങനെയുള്ള ടേമുകളെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു x² അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറയണത്. അത് നമ്മൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ഇനി എവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും, ശരിയല്ലേ? ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ എക്സിന് 1 കൊടുക്കുകയാണ്, വൈന് 2 കൊടുക്കുകയാണ്, എന്താ സംഭവിക്കുക? 4 × 1 4 + 3 × 2 6. അപ്പോൾ 6 + 4 10 + 2 12 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ ഞാൻ 1ഉം 2ഉം കൊടുത്തപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും. ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ്സ് എല്ലാം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പുറത്തൊരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. പറഞ്ഞ് ക്ലിയർ ആയോ? അതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ, വേരിയസ് ഫോംസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൻ്റെ പല രീതിയിലുള്ള പാരാമീറ്റേഴ്സാണ് നമുക്ക് തരാം. ചിലപ്പോൾ സ്ലോപ്പ് ഒരു പോയിന്റും തരും, ചിലപ്പോൾ 2 പോയിന്റ് തരും, ചിലപ്പോൾ ഇൻ്റർസെപ്റ്റ് തരും, ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു നോർമൽ ഫോം ഉണ്ട്, അങ്ങനെ പല ഫോമുകളുണ്ട്. അതായത് നമുക്ക് തരുന്ന പാരാമീറ്റർ അനുസരിച്ച് ഉള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളാണ് വേരിയസ് ഫോംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് 6 മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള 6 മെത്തേഡിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിൻ്റെയും വെർട്ടിക്കൽ ലൈനിൻ്റെയും ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ശ്രദ്ധിക്കട്ടോ. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും, ശരിയല്ലേ?
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ഈ ഡിസ്റ്റൻസ് 3 ആണെന്ന് വിചാരിക്കാം. അതായത് എക്സ് ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും, അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ y കോർഡിനേറ്റ് 3 ആയിരിക്കൂലേ? y കോർഡിനേറ്റ് 3 ആയിരിക്കൂലേ? ആയിരിക്കും, ശരിയല്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. y = 3 എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഇനി അപ്പം നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? ഈ ഡിസ്റ്റൻസ് a എന്നാണെങ്കിൽ ഈ ഇക്വേഷൻ y = a എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഈ a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് താഴോട്ടാണെങ്കിലോ, ഇവിടെയാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നതെങ്കിലോ, ഈ ഡിസ്റ്റൻസ് a എന്നാണെങ്കിൽ y = -a എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ y = a എന്നും വരും, y = -a എന്നും വരും. അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ പറയാ? അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയാ? ഇവിടെ y = a ആണ്, ഇവിടെ y = -a ആണ്. അതായത് ഒരു എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വിച്ച് ഈസ് അറ്റ് ഡിസ്റ്റൻസ് a ഫ്രം ദി എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ എടുക്കാം. ഈ രീതിയിലും വരാം, ഇങ്ങോട്ട് താഴോട്ടും വരാം. ഇവിടെ ആണെങ്കിൽ y = a ആണ് ഇക്വേഷൻ, ഇവിടെ ആണെങ്കിൽ y = -a ആണ് ഇക്വേഷൻ. Then generally we can say that y = +or-a. That is the equation of a horizontal line which is at a distance a from the x-axis is y = +or-a. Clear? The equation of a horizontal line which is at a distance a from the x-axis is y = +or-a. അവിടെ +or-a എന്നാണ്, രണ്ടും ഒരുമിച്ചല്ല. ഒന്നുകിൽ +a എന്നായിരിക്കും, അല്ലെങ്കിൽ -a എന്നായിരിക്കും. അത് ടു അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ y = a ആയിരിക്കും ഇക്വേഷൻ. ഇനി ഡൗൺവേർഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ് എടുക്കുന്നതെങ്കിൽ ഇക്വേഷൻ വിൽ ബി y = -a എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. ഇതേപോലെ നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താ? വെർട്ടിക്കൽ ലൈൻ എന്ന് പറയണതേ ഇതാ ഇങ്ങനെ. നമ്മളിപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് 3 ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 ആയിരിക്കൂലേ? 3 ആയിരിക്കൂലേ? ഇതിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 3 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി നമുക്ക് പറയാം, അതായത് ഈ ഡിസ്റ്റൻസ് b എന്നാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ x = b എന്നാണ്. ഇനി b എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണെങ്കിലോ, ഈ b എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണെങ്കിലോ x = -b എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഇത് ഇവിടെ b എന്ന് പറയുന്ന ഡിസ്റ്റൻസ് രണ്ട് രീതിയിൽ പോസിബിൾ ആണ്. അത് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിരിക്കും. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ജനറലി എന്ത് പറയാം? x = b എന്ന് വരാം, x = -b എന്ന് വരാം. ദാറ്റ് ഈസ് x = +or-b എന്ന് വരാം. That is the equation of a vertical line which is at a distance the equation of a vertical line which is at a distance b from the y-axis is x = +or-b. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും ഒരുമിച്ച് വരില്ല, +or-b. If b is measured in positive direction, the equation will be x = b. If b is measured in negative direction, then the equation of straight line will be x = -b. Okay, അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിന് പാരലൽ ആണ്. അപ്പോൾ y = എന്നാ വരുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ y ആക്സിന് പാരലൽ ആണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് x = നേരെ തിരിച്ചാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കോർഡിനേറ്റ് ആണ് സെയിം ആയിട്ട് വരുന്നത്? ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ആണ് സെയിം ആയിട്ട് വരിക. അങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ y കോർഡിനേറ്റ് ആണ് സെയിം ആയിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫോം ഓഫ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. ഓക്കെ അല്ലേ? എഴുതിയിട്ടെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫോം ഇക്വേഷൻ എന്ന് പറയുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം ശ്രദ്ധിക്കട്ടോ. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്ന ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കട്ടോ. പോയിന്റ് സ്ലോപ്പ് ഫോം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ നോക്കിയേ, പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ നമുക്ക് ഇവിടെ തരുന്ന എന്തായിരിക്കും എന്നറിയോ? പോയിന്റും സ്ലോപ്പും. ദാറ്റ് മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഒരു പോയിന്റും തരും, ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പും തരും. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അറിയേണ്ടത്.
അതായത് ശ്രദ്ധിക്കട്ടോ, ഇത് സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ L, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് M. ആ M നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പുറമെ x1 x0 y0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ തന്നിട്ടുണ്ട്. അതൊരു ഗിവൺ പോയിന്റ് ആണ്. ശ്രദ്ധിക്കട്ടോ, കൺസിഡർ എ സ്ട്രെയിറ്റ് ലൈൻ L വിത്ത് സ്ലോപ്പ് M ആൻഡ് x0 y0 be a point on the straight line, be a given point on the straight line. സ്ട്രെയിറ്റ് ലൈനിന് മേലെയുള്ള ഒരു പോയിന്റ് ആണ്. ഇത് രണ്ടും നമുക്കറിയാം. ഈ പോയിന്റിന്റെ സ്ട്രെയിറ്റ് ലൈനിന് മേലെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്കറിയാം. അതിന് പുറമെ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും അറിയാം. ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് നല്ല ശ്രദ്ധിക്കട്ടെ. ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെ ജനറൽ ആയിട്ടൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് x, y. ഓക്കെ, ലെറ്റ് ദിസ് പോയിന്റ് ബി എ. ഈ പോയിന്റ് ഞാൻ എ നിർക്കാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സഡ് പോയിന്റ് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് 1,2 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നു എന്ന് വിചാരിക്കുക. അത് അവിടെ തന്നെ അല്ലേ നിൽക്കുള്ളൂ, വേറെ എവിടേക്കും പോവില്ലല്ലോ, ശരിയല്ലേ? 1,2 എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് ആണ്. അത് നമുക്ക് തരുന്ന ഗിവൺ പോയിന്റ് ആണ്. അതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി ലെറ്റ് ആർ ബി എ ജനറൽ പോയിന്റ് ഓർ ആർബിട്രറി പോയിന്റ് ഓൺ ദി സ്ട്രെയിറ്റ് ലൈൻ. ആർബിട്രറി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ പോയിന്റ് ഇത് ജനറൽ ആയിട്ടാണ് x, y. അത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് പലയിടത്തും വരാം. അതായത് ഇതിനകത്തുള്ള ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് R. അത് ചിലപ്പോൾ ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, എവിടെ ആവാം. പക്ഷെ ഇത് ഫിക്സ്ഡ് ആണ്, അത് നമുക്ക് തരുന്ന പോയിന്റ് ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയും ആറും അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഓഫ് AR, സ്ലോപ്പ് ഓഫ് L അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് AR എന്ത് വേണമെങ്കിലും എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു M അല്ലേ? സ്ലോപ്പ് എന്ന് പറയുന്നത് M ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ M എന്ത് ചെയ്യാം, നമുക്ക് ആ രണ്ട് പോയിന്റും വെച്ച് എഴുതി കൂടെ. എങ്ങനെ എഴുതാം? y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x0 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ എന്താ? M is equal to y minus y0 by x minus x0. That is y minus y0 equal to m into x minus x0. This is the point slope form. ഈ ഇക്വേഷനൊക്കെ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു വെക്കുക. y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ സ്ട്രെയിറ്റ് ലൈൻ L, അതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം, അതിൻ്റെ ഒരു പോയിന്റ് നമുക്കറിയാം, x0 y0 ബി എ പോയിന്റ് ഓൺ ദി സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതേപോലെ x0യും y0യും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം ഇതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫോം നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ഫോം 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം ശ്രദ്ധിക്കട്ടോ. 2 പോയിന്റ് ഫോം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. പോയിന്റ് സ്ലോപ്പ് ഫോം തൊട്ട് മുമ്പ് പഠിച്ചില്ലേ? ഒരു പോയിന്റും തരും, എന്തുതരും? സ്ലോപ്പും തരും. ഇനി ഇവിടെ 2 പോയിന്റ് ഫോം, ദാറ്റ് മീൻസ് രണ്ട് പോയിന്റ്, സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള രണ്ട് പോയിന്റ്സ് നമുക്ക് തരാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ശ്രദ്ധിക്കട്ടോ, കൺസിഡർ എ സ്ട്രെയിറ്റ് ലൈൻ L, then let x1 y1 and x2 y2 be 2 points on the straight line. ഇതാണ് നമുക്ക് തരിക. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് തൊട്ട് മുമ്പത്തെ ഈ രണ്ട് പോയിന്റ് ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ച് അതിലേതെങ്കിലും ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പും പോയിന്റ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഇത് ഞാൻ പോയിന്റ് എ, ഇത് പോയിന്റ് ബി. ക്ലിയർ?
ഇനി ഞാൻ കൺസിഡർ an arbitrary point r of x, y on the straight line. This is a general point. ഇത് രണ്ട് ഫിക്സഡ് ആണ്, ഗിവൺ പോയിന്റ് ആണ്, ഇത് ജനറൽ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ്സും കൊളിനിയർ പോയിന്റ്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ആർ എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബി എന്താണ്? y2 minus y1 divided by x2 minus x1 is equal to slope of AR എന്താണ്? സ്ലോപ്പ് ഓഫ് AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y minus y1 divided by x minus x1. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ ടേം ആദ്യം എഴുതാണ് കേട്ടോ, ഈ y minus y1 എന്നുള്ളത്. അപ്പോൾ y minus y1 is equal to, ഈ ടേം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? y2 minus y1 by x2 minus x1 into x minus x1. This is the 2-point form equation of the straight line. ഇതാണ് 2-point form എന്ന് പറയുന്നത്. Okay, that is y minus y1 is equal to y2 minus y1 divided by x2 minus x1 into x minus x1. സിമ്പിൾ ആണ് ഇക്വേഷൻ, വലിയ ഇക്വേഷൻ ഒന്നുമല്ല. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുക? എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാലോ. y മൈനസ് y1 എഴുതുന്ന പ്രശ്നം, അതായത് രണ്ട് പോയിന്റ്സ് ഉണ്ട്, x1 y1 ഉം x2 y2 ഉം. അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ആക്ച്വലി കണ്ടോ, ഇത് മറ്റേ തൊട്ടുമ്പത്തെ ഇക്വേഷൻ സിമിലർ ആണ്. y മൈനസ് y0 ഈക്വൽ ടു, ഇത് ഈ സംഭവം ഈ ബ്രാക്കറ്റിനകത്തുള്ള സ്ലോപ്പാണ്, m ഇൻറ്റു x മൈനസ് x0, അത് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ y മൈനസ് y1 ഈസ് ഈക്വൽ ടു, ഇവിടെ 2 കൊടുക്കുക, അപ്പോൾ y2 മൈനസ് y1 ബൈ ഇതിനെ നേരെ x2 മൈനസ് x1, x ഉണ്ടാക്കി എഴുതുക, ഇൻറ്റു ഈ y മൈനസ് y1ൻ്റെ നേരെ x ആക്കി എഴുതുക ഇപ്പുറത്ത്. ആദ്യം y മൈനസ് y1, ഇവിടെ 2 കൊടുക്കുക, അപ്പോൾ y2 മൈനസ് y1 ആയി. ഓക്കെ, ആ y2 മൈനസ് y1 നേരെ x-ലോട്ടാക്കി x2 മൈനസ് x1, ഇവിടെ y മൈനസ് y1 ആണ്, അപ്പോൾ അവിടെ x മൈനസ് x1. അതാണ് ഇക്വേഷൻ. അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒക്കെ കാണാൻ പഠിക്കല്ല, എങ്ങനെ ഇക്വേഷൻ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും നോക്കുക. അപ്പോൾ y മൈനസ് y1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ദാറ്റ് ഈസ് ദി 2-point ഫോം ഇക്വേഷൻ ഓഫ് ദി സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ മേലെയുള്ള രണ്ട് പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ ഈ മെത്തേഡാണ്. ഈ ഇക്വേഷന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദി 2-point ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഫോം ഇക്വേഷൻ പഠിച്ചല്ലേ. ഇനി അടുത്തത് കേട്ടോ, 4-മത്തത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ശരി കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും തരിക? സ്ലോപ്പും തരും, ഇന്റർസെപ്റ്റും തരും. സ്ലോപ്പും തരും, ഇന്റർസെപ്റ്റും തരും. അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പം എങ്ങനെ നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് സ്ലോപ്പ് എന്താണെന്നറിയാം, ഇന്റർസെപ്റ്റ് എന്താണെന്നറിയോ? ആദ്യം നമ്മൾ അതല്ലേ പഠിക്കണ്ടേ, ഇതിനകത്തുള്ള ടേം എന്താണെന്ന് പഠിക്കണ്ടേ. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ടാ, ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ, ഏതൊരു സ്ട്രേറ്റ് ലൈനും എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് ഇന്റർസെപ്റ്റ്. ഓക്കെ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വൈ ഇന്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, ഈ എക്സ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, ഡി എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഇതാണ് വൈ ഇന്റർസെപ്റ്റ്, സി എന്ന റെപ്രസെന്റ് ചെയ്യാം. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഇന്റർസെപ്റ്റ്, ആ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് പോസിറ്റീവ് ആവാൻ നെഗറ്റീവ് ആവും. ശ്രദ്ധിക്കട്ടാ. ഇവിടെ ഇപ്പൊ ഈ കേസിൽ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, കാരണം ഇവിടുത്തെ ടുവേർഡ്സ് റൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി സ്ട്രൈറ്റ് ലൈന് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിനെ കട്ട് ചെയ്യുന്നത് ഇവിടെ അല്ലേ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ക്ലിയർ? അതായത് ടുവേർഡ്സ് നെഗറ്റീവ്, ഒറിജിനിൽ നിന്ന് അങ്ങോട്ടാണ്, നെഗറ്റീവ് എക്സ് ആക്സിനെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഇന്റർസെപ്റ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് വാല്യൂ. ഇപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ, അതായത് ഈ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് -3,0 എന്നാണെങ്കിൽ ഇവിടെ വൈ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് -3 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഇനി ഇതേപോലെ വൈനും പോസിബിൾ ആണ്. വൈൻ്റെ കേസിൽ ഇപ്പം അത് പോസിറ്റീവ് വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇനി ഇങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് കട്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ വൈ ഇന്റർസെപ്റ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ വൈ ഇന്റർസെപ്റ്റ് എക്സ് ഇന്റർസെപ്റ്റും പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വേർഡ്സിൽ തരും കേട്ടോ. അതായത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 3 to the left of the origin എന്നാണ് പറയുന്നതെങ്കിൽ, ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഒറിജിൻ എന്ന് പറയുകയാണെങ്കിൽ ഇടത് ഭാഗത്തേക്കാണ്. ദാറ്റ് മീൻസ് ടുവേർഡ്സ് നെഗറ്റീവ് സൈഡ്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. നമുക്ക് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ടേം അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, സ്ലോപ്പും തരും ഇന്റർസെപ്റ്റും തരും, സ്ലോപ്പും തരും ഇന്റർസെപ്റ്റും തരും. അപ്പൊ ഇന്റർസെപ്റ്റ് തരാ എന്ന് പറയുമ്പോൾ 2 ഇന്റർസെപ്റ്റ് ഒന്നുകൂടെ. അപ്പൊ സ്ലോപ്പും തരാം, എക്സ് ഇന്റർസെപ്റ്റും തരാം, സ്ലോപ്പും തരാം, വൈ ഇന്റർസെപ്റ്റും തരാം. അപ്പൊ ഇവിടെ നമ്മൾ എന്തുണ്ട്, 2 കേസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കേസ് സ്ലോപ്പ് നമുക്ക് തരും. സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എം ആണ്. ഓക്കെ, ആൻഡ് എക്സ് ഇന്റർസെപ്റ്റ് തരും. ശ്രദ്ധിക്കട്ടോ, എക്സ് ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആദ്യം വൈ ഇന്റർസെപ്റ്റ് എടുക്കുക. അതാണ് ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വൈ ഇന്റർസെപ്റ്റിന്റെ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വൈ ഇന്റർസെപ്റ്റ് എടുക്കാം. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് സി എന്നെടുക്കാം. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എല്ലിന്റെ സ്ലോപ്പ് എം ആണ്. ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് സി ആണ്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സി അല്ലേ? അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വൈ ആക്സിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് എത്രയാണോ ഡിസ്റ്റൻസ് സി ആണ്. അപ്പൊ ഈ പോയിന്റ് 0,c അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇന്റർസെപ്റ്റ് ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ തന്നത്. പക്ഷെ ഇപ്പോ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്കറിയാലോ, 0,c. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പോയിന്റും അറിയാം, സ്ലോപ്പ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ഫോം ഏതാണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. ശരിയല്ലേ? ഒരു പോയിന്റ് പറയാ, സ്ലോപ്പ് പറയാ. ഇക്വേഷൻ എന്താ? y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0 എന്നുള്ള ഇക്വേഷൻ. ദറ്റ് ഈസ് y മൈനസ് y0ന്റെ വാല്യൂ എന്താണ്? c ആണ്, ഈക്വൽ ടു സ്ലോപ്പ് m ഇൻറ്റു എക്സ് മൈനസ് x0ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ y മൈനസ് c ഈക്വൽ ടു mx. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ക്ലിയർ? അപ്പോൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ ഇഫ് സ്ലോപ്പ് ആൻഡ് y ഇന്റർസെപ്റ്റ് ആർ ഗിവൺ. സ്ലോപ്പും y ഇന്റർസെപ്റ്റ് സിയും തന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ ആണ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഇവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ശ്രദ്ധിക്കുക, y ഇന്റർസെപ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ.